ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തജ്വീദുൽ ഖുർആൻ 2025 പാദവാർഷിക പരീക്ഷ നടത്തിയതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങൾ മനസ്സിലാക്കാം. കോളത്തിൽ ശരിയടയാളപ്പെടുത്താൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ രൂപം ഏതാണ്? സാവധാനം, തർത്തീലായിട്ടാണ് ഓതേണ്ടത്. അപ്പോൾ ഈ സാവധാനം എന്നത് ടിക്ക് ചെയ്യാം. അടുത്തതാ, സാക്കിനായ നൂനിനെ വെളിവാക്കി ഓതണം. വെളിവാക്കേണ്ടത് സാക്കിനായ നൂനിന് ശേഷം ഇൽഹാറിൻ്റെ ഹർഫുകൾ വന്നാലാണ്. ഇപ്പോൾ ഇവിടെ വൈൻ ഹാജൂക്ക എന്ന ഹ വന്നിട്ടുണ്ട്, അത് ടിക്ക് ചെയ്യാം. അടുത്തത്, തൻവീനിനെ മീമാക്കി മറിച്ചു മണിച്ച് പറയണം. എപ്പോഴാണ് മീമാക്കി മറിച്ചു മണിച്ച് പറയേണ്ടത്? തൻവീന് ശേഷം ബാ വന്നാൽ, ഇക്ലാബിൻ്റെ ഹർഫായ ബാ വന്നാൽ. അപ്പോൾ ഇവിടെ സമിയാം ബസീറ എന്ന ഒന്നാമത്തെ ഓപ്ഷൻ. അടുത്തത്, ഹൈറു നിത്തുമാന്ന, ഇത് ഓതേണ്ട ശരിയായ രൂപം. അത് ഹൈറു നീ നൂന് കസർ നൽകി എഴുതിയ ആ രൂപമാണ് ശരിയായത്. നമുക്കത് ടിക്ക് ചെയ്യാം. അടുത്തതാ, സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ, സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാം. അപ്പോൾ ഇവിടെ ഇഖ്ഫാ ആണ് നമുക്ക് ടിക്ക് ചെയ്യേണ്ടത്. അടുത്തത്, അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടൽ നിർബന്ധം. അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടേണ്ടത് ഏതാണ്? ഫർഇയാണ്. അപ്പോൾ ഇവിടെ അതോ അൻ എന്ന ഫർഇയിലെ ഒരു ഇനമായ മുത്തസിൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതോ അൻ എന്നത് നമുക്ക് ശരിയാക്കാം. ഇവിടെ ഫിറാഷൻ, ഫക്കാല എന്നതൊക്കെ അസ്ലിയായ മദ്ദാണ്. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇവിടെ ചേരുംപടി ചേർക്കാനാണ്. തൻവീനിനെ ഇൽഹാർ ചെയ്യണം. തൻവീനിനെ ഇൽഹാർ ചെയ്യണമെങ്കിൽ തൻവീനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ വന്നത് ഓപ്ഷൻ ഡി, അജ്റൻ ഹസന എന്ന, അത് മനസ്സിലാക്കാം. ഇനി തൻവീന് ഇക്ലാബ്, തൻവീന് ശേഷം ഇക്ലാബിൻ്റെ അക്ഷരമായ ബ വരണം. അവിടെ ഇ എന്നത് മത്താ ബിൽ മഅറൂഫ്. അപ്പോൾ അതിൻ്റെ ഇ എഴുതാം. ഇനി ആ സാക്കിനായ നൂനിനെ ഇദ്ഗാമും ബിലാ ഉന്ന ചെയ്യണം. എപ്പോഴാണ് ഇദ്ഗാമും ബിലാ ഉന്ന ചെയ്യേണ്ടത്? നൂനിന് ശേഷം ഇദ്ഗാം ബിലാ ഉന്നയുടെ ഹർഫുകളായ ലാമ് റാ ഇതിലേതെങ്കിലും ഒന്ന് വരണം. അപ്പോൾ അവിടെ ഓപ്ഷൻ എ മിർജിസ്കില്ല എന്നതാണ്. അടുത്തത്, സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്യണം. ഇൽഹാർ ചെയ്യണമെങ്കിൽ മീമിന് ശേഷം മീമും ബാവും അല്ലാത്ത ഏത് ഹർഫുകൾ വന്നാലും ഇൽഹാറാണ്. അവിടെ വലഹും ഫിഹ എന്ന മീമിന് ശേഷം ഫാ വന്നത് ഓപ്ഷൻ ബി എന്നത് നമുക്കവിടെ അടയാളപ്പെടുത്താം. ഇനി ആ സാക്കിനായ മീമിനെ ഇഖ്ഫാ, മീമിന് ശേഷം ബാ വന്നാലാണ് ഇഖ്ഫാ. അപ്പോൾ അവിടെ സി, ഉമ്മുറുക്കും ബിഹി എന്ന അതിൻ്റെ സി എഴുതാം. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അത്തോമത്ത് എന്നതിൽ ഡേഷിൻ്റെ കതിറിനേക്കാൾ നീട്ടണം. ലാസിമായ മദ് 3 അലിഫിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമാണ്. 3 അലിഫിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമാണ്. അടുത്തതാ, കൂ അംഫുസക്കും എന്നതിലുള്ള മദ്. കൂ എന്ന മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസ വന്നു. അപ്പോൾ അവിടെ മദ്ദുൽ മുഫസിൽ ആണ്. ഇനി മദ്ദുൽ മുത്തസിൽ ഡാഷ് ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. മുത്തസിൽ എത്രയാണ്? 7 ഹർക്കത്ത്, 7 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. അപ്പോൾ എത്രയാ? അവിടെ 7 എന്നത് എഴുതി കൊടുക്കുക. ജാ എന്നതിലുള്ള മദ് ഡാഷ് ആണ് ഉള്ളത്. ഏത് മദ്ദാണ് ജാ എന്നാൽ? മദ്ദക്ഷരവും ഹംസയും ഒരേ കലിമത്തിൽ. അപ്പോൾ അവിടെ മദ്ദുൽ മുത്തസിൽ. അടുത്തതാ, നിയമം പാലിക്കാതെ പാരായണം ചെയ്താൽ ഖുർആനിൻ്റെ ഡാഷിന് കാരണമാകും. എന്താണ് അവിടെ എഴുതേണ്ടത്? ഖുർആനിൻ്റെ ശാപത്തിന് കാരണമാകും. അടുത്തതാ, ഹംസ ഹ, അവിടെ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ വിട്ട ഭാഗത്ത് ചേർത്ത് കൊടുക്കണം. ഹംസ ഹ, ഐന് ഹ, ഒയ്ന് ഹ എന്നിവ ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണ്. അതിൻ്റെ ബാക്കി അവിടെ എഴുതി കൊടുക്കാം. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ എത്ര? സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ 5. അടുത്തത്, തൻവീനിന് ശേഷം സ്വാദ് വന്നാൽ തൻവീനിൻ്റെ വിധി എന്ത്? സ്വാദ് വന്നാൽ ഇഖ്ഫ ആണ്. സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാലുള്ള വിധി, മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമാണ്. യക്കൂലു എന്നതിലുള്ള മദ്ദിൻ്റെ പേരെന്ത്? യക്കൂലു എന്നതിൽ ലൊമ്മയെ നീട്ടാൻ വാവ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരമായ വാവ് അവിടെ അസ്ലിയാണ്, മദ്ദുൽ അസ്ലി. അസ്സാഹത്ത് എന്നതിൽ എത്ര ഹർക്കത്തിൻ്റെ കതിർ നീട്ടണം? അസ്സാഹത്ത് എന്നത് ലാസിമാണ്. ലാസിമായ മദ് 6 ഹർക്കത്ത്,
3 അലിഫിൻ്റെ കതിർ. അപ്പോൾ ഇവിടെ 6 ഹർക്കത്തിൻ്റെ കതിർ നീട്ടണം. അടുത്തതാ മദ്ദുൽ ഫർഇ. എത്ര ഇനങ്ങളുണ്ട്? മദ്ദുൽ ഫർഇ 5 ഇനങ്ങളാണ്. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. സാക്കിനായ നൂനിനെ ഇദ്ഗാമും ബിലാ ഉന്ന ചെയ്യണം എപ്പോഴെല്ലാം? എപ്പോഴാണ്? സാക്കിനായ നൂനിന് ശേഷം ഇദ്ഗാമും ബിലാ ഉന്നയുടെ അക്ഷരമായ ലാമ് റാ ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ ഇദ്ഗാമും ബിലാ ഉന്ന ചെയ്യണം. ഇനി എന്താണ് തൻവീന്? എന്താണ് തൻവീന്? എഴുത്തിലില്ലാത്തതും ഉച്ചാരണത്തിൽ വരുന്നതുമായ സുക്കൂനുള്ള നൂനാണ് തൻവീന്. അടുത്തതാ സാക്കിനായ നൂനിനെ ഇക്ലാബ് ചെയ്തതിന് 2 ഉദാഹരണം. സാക്കിനായ നൂനിനെ ഇക്ലാബ് ചെയ്തതിന് ഉദാഹരണം എന്തൊക്കെയാണ്? മിംബഴുതി. ഒന്ന് മിംബഴുതി എഴുതാം. മറ്റത് അന്തംബിഹി. അന്തംബിഹി നൂനിന് ശേഷം ബാ വരുന്നതാണ് സാക്കിനായ നൂനിനെ ഇക്ലാബ് ചെയ്യൽ. അപ്പോൾ അവിടെ നമുക്ക് ആ 2 ഉദാഹരണങ്ങൾ എഴുതാം. ഇഷ്ടമുള്ളത് എഴുതാം. നിങ്ങൾ എഴുതിയത് ഏതാണെന്ന് എനിക്കറിയില്ല. ഇഷ്ടമുള്ളത് എഴുതാം. പിന്നെ ആരാണ് അള്ളാഹുവിൻ്റെ അഹ്ലുകാർ? ആരാണ് അള്ളാഹുവിൻ്റെ അഹ്ലുകാർ? ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ അഹ്ലുകാർ. അടുത്തതാ അൽ മദ്ദുൽ മുത്തസിൽ എന്നാൽ എന്ത്? മദ്ദുൽ മുത്തസിൽ എന്നാൽ എന്താണ്? മദ്ദക്ഷരവും ഹംസയും ഒരേ കലിമത്തിൽ വന്നാലുണ്ടാകുന്ന മദ്ദാണ് മദ്ദുൽ മുത്തസിൽ. അടുത്ത തജ്വീദ് എന്നാൽ എന്ത്? തജ്വീദ് എന്നാൽ എന്താണ്? അറബി അക്ഷരങ്ങൾക്ക് കൃത്യമായ മഹ്റജ്, സിഫത്ത്, തർക്കീക്ക്, തഫീം, മദ്, ഉന്നത്ത് പോലുള്ളവ നൽകുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. അടുത്തത് ഫി അംരി. ഫി അംരി എന്നതിൽ മുൻഫസിൽ ഉണ്ടാവാൻ കാരണം എന്ത്? മദ്ദക്ഷരത്തിനു ശേഷം അടുത്ത കലിമത്തിൻ്റെ ആദ്യാക്ഷരമായി ഹംസ വന്നാൽ ഇതാണ്. ഹംസ വന്നതാണ് അവിടെ മദ്ദുൽ മുൻഫസിൽ ഉണ്ടാവാൻ കാരണം. മദ്ദക്ഷരത്തിൻ്റെ തൊട്ടുപിറകെ അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസ വന്നതാണ് മദ്ദുൽ മുൻഫസിൽ ഉണ്ടാവാൻ കാരണം. അതുകൊണ്ടാണ് അവിടെ മദ്ദുൽ മുൻഫസിൽ ഉണ്ടായത്. എപ്പോഴാണ് മദ്ദുൽ ലാസിം ഉണ്ടാകുന്നത്? എപ്പോഴാണ് മദ്ദുൽ ലാസിം ഉണ്ടാകുന്നത്? മദ്ദക്ഷരത്തിൻ്റെ ശേഷം സ്ഥിരമായ സുക്കൂന് വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ ലാസിം. മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂന് വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ ലാസിം. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പ് എഴുതാനാണ്. ഖുർആൻ പാരായണത്തിൻ്റെ മഹത്വം, അല്ലെങ്കിൽ അഹ്കാമുൻ നൂനി സാക്കിനത്ത് വ തൻവീൻ. ഒന്നാമത്തെ പാഠമായ ഖുർആൻ പാരായണത്തിൻ്റെ മഹത്വം. വറത്തിൽ ഖുർആന തർത്തീല അതിനെക്കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതണം. അല്ലെങ്കിൽ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും 5 വിധികൾ അതിനെക്കുറിച്ചിട്ട് എഴുതാം. പിന്നെ അഹ്കാമും മീമി സാക്കിന, സാക്കിനായ മീമിൻ്റെ വിധികൾ അതെഴുതാം. അല്ലെങ്കിൽ മദ്ദുകളെ കുറിച്ചിട്ട് എഴുതാം. മദ്ദുകൾ അസ്ലി ഫർഇ. മദ്ദുൽ ഫർഇയിൽ 5 ഇനങ്ങളുണ്ട്. മദ്ദുൽ മുത്തസിൽ, മുൻഫസിൽ, ലാസിം, ആരിൽ, ലീന്. അപ്പോൾ അതൊക്കെ എഴുതി നമുക്ക് 5 വരി കുറയാതെ അവിടെ എഴുതാവുന്നതാണ്. ഇത്രയാണ് ഈ ചോദ്യ പേപ്പറിൽ വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, വീഡിയോ ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.